നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. 124 വേക്കൻസികളോടെ വരാനിരിക്കുകയാണ്. ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഈ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ. നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ ഏത് ജില്ലയിൽ ജോലി കിട്ടാം എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. അതായത് മക്കളെ, നമുക്കറിയാം തൊട്ട് മുമ്പ് ഒരു ന്യൂസ് ലെറ്റർ ഉണ്ടായിരുന്നു. 124 ഒഴിവുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇതിനു മുൻപ് ഏതാണ്ട് 50ഓളം വേക്കൻസികളിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. എന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 135 പേരാണ് ആകെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന. 135 പേർക്കും നിയമനം കൊടുത്തുകൊണ്ട് 1.5 വർഷം കൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു? അവസാനിച്ചു. ഓക്കെ, 1.5 വർഷം കൊണ്ട് 135 പേർക്കും നിയമനം നൽകി എന്ത് ചെയ്തു? റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു. നിലവിൽ 124 വേക്കൻസികൾ തന്നെയുണ്ട്. അതായത് ഏതാണ്ട് 300-ലധികം വേക്കൻസികൾ 3 വർഷം കൊണ്ട് ലഭിക്കാൻ പോകുന്ന ഒരു അടിപൊളി എക്സാമിനേഷൻ ആണ് വരാൻ പോകുന്നത്. ഈ ഒരു വർഷം തന്നെ 2025 ജൂലൈ മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യം തന്നെ ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുമാത്രവുമല്ല, ഈ എക്സാമിനേഷൻ നമുക്ക് ഈ വർഷം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. 2025 തന്നെ എക്സാമിനേഷൻ പ്രതീക്ഷിച്ച 2025 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത വർഷം 2026 ആദ്യത്തോടു കൂടി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയാണ് തിരുവിതാംകൂർ ദേവസ്വം LDC എക്സാം എന്ന് പറയുക. മക്കളെ, ഈ ഒരു എക്സാമിന്റെ ഒരു സ്ട്രക്ചർ മക്കളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം ഈ ഒരു LDC എന്ന് പറയുന്ന കാറ്റഗറി എന്താണെന്ന് അറിയാമോ? സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിട്ടാണ് പറയപ്പെടുക. എന്താണ് LDC അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ? അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രധാനമായിട്ടും 21ഓളം ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ ഗ്രൂപ്പിലും 1 മുതൽ 5 വരെ അല്ലെ, ഒരു 4 മുതൽ 5 വരെ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. 4 മുതൽ 5 വരെ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഓരോ സബ് ഗ്രൂപ്പിലും വീണ്ടും 4 മുതൽ 5 വരെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രവും ബാക്കി ഒരു 4 മുതൽ 5 വരെ ചെറിയ ക്ഷേത്രങ്ങളും അടങ്ങുന്ന സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ സബ് ഗ്രൂപ്പുകളുടെ, അതായത് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെയും 4 മുതൽ 5 വരെ അടങ്ങുന്ന ക്ഷേത്രങ്ങളുടെയും ചുമതലയാണ് ഒരു LD ക്ലർക്കിന് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറിന് വരിക. എന്നാൽ ഓഫീസിലേക്കാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസുകളിലേക്കാണ് നിയമനം കിട്ടുന്നതെങ്കിൽ അത് LDC എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും ലഭിക്കുക. അല്ല എങ്കിൽ ക്ഷേത്രങ്ങളിൽ 4 മുതൽ 5 ക്ഷേത്രങ്ങളുടെ വരെ അതോറിറ്റി ഉള്ള ഒരു സബ് ഗ്രൂപ്പ് ഓഫീസറാണ് വരിക. ഈ സബ് ഗ്രൂപ്പ് ഓഫീസറിന് താഴെ വാച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാകും. ഈ വാച്ചർ എന്ന് പറയുമ്പോൾ വാച്ച്മാൻ എന്നുള്ള നിലയിലല്ല കാണേണ്ടത്. വാച്ച്മാൻ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള, അതായത് രസീതുകൾ എഴുതുക, വഴിപാടുകളുടെ രസീതുകൾ എഴുതുക, അങ്ങനെയുള്ള ആ ഒരു ക്ഷേത്രത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നയാളാണ് വാച്ചർ. വാച്ചർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ സബ് ഗ്രൂപ്പ് ഓഫീസർ അല്ലെങ്കിൽ LDC ആണ്. ഇദ്ദേഹത്തെ ഒരു മാനേജർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. മാനേജർ എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഇനി ഈ പറയുന്ന വാച്ചർ കൂടാതെ തന്നെ കഴകം, തളി പോലെയുള്ള മറ്റ് പോസ്റ്റുകളും ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ സബ് ഗ്രൂപ്പ് ഓഫീസറിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് 2 വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും. ഈ 2 വർഷം കഴിഞ്ഞാൽ നേരെ അദ്ദേഹം, അതായത് സബ് ഗ്രൂപ്പ് ഓഫീസറിൽ നിന്ന് നേരെ അദ്ദേഹം അടുത്ത പ്രൊമോഷനിലേക്ക് പോവുകയാണ്. അതായത് UD ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോവുകയാണ്, UDC ആകുകയാണ്. ഇനി UDC കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാലോ അദ്ദേഹം നേരെ ഹെഡ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോകുന്നു. അതിനുശേഷം JS അല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ട് അല്ലെങ്കിൽ ജോയിന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക്, JS എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്? കയറി പോവുകയാണ്. അപ്പൊ ഇവിടെ ഓരോ 2 വർഷം കൂടുമ്പോഴും തൊട്ടു മുമ്പത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലിയിൽ കയറിയ വ്യക്തി നിലവിൽ ഹെഡ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിൽ 2ാമത്തെ പ്രൊമോഷനിൽ ജോലി ചെയ്യുകയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊമോഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. നല്ല സാലറിയിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കയറിപ്പോവാൻ, നല്ലൊരു പൊസിഷനിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കയറിപ്പോവാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏകദേശം 58,000-ഓളം ആളുകളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതിയത്. ഇതും ഏകദേശം ഒരു 60,000-ത്തിനടുത്ത ആളുകൾ മാത്രമാണ് പരീക്ഷ എഴുതാനായിട്ട് പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും വേക്കൻസികളുണ്ട്. 300-ലധികം വേക്കൻസികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം LDC പരീക്ഷയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുക. ഇനി എവിടെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് പോകുന്നതെന്ന് നോക്കിയാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ ഏതാണ്ട് 1250ഓളം ക്ഷേത്രങ്ങൾ അടങ്ങുന്നുണ്ട്. അത്രയും വിശാലമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അടങ്ങുന്നതാണ്. ഏകദേശം 7 ജില്ലകളിലായിട്ട് ഈ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കിടക്കുകയാണ്. 7ഓളം ക്ഷേത്രങ്ങളിലായിട്ടാണ് എന്ത് വരിക? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരിക. 7ഓളം
ജില്ലകളിലായിട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളത്തിന്റെ നോർത്ത് പറവൂർ വരെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. അതായത് തിരുവനന്തപുരത്തിന്റെ ഇങ്ങ് തെക്ക് കളിയിക്കാവിള മുതൽ അങ്ങ് നോർത്ത് നമ്മുടെ എറണാകുളത്തിന്റെ നോർത്ത് പറവൂർ വരെയുള്ള ഭാഗങ്ങളിലായി 1254ഓളം ക്ഷേത്രങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ഭാഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ്. അപ്പോൾ അത്രയും വേക്കൻസികൾ വരാനുള്ള സാധ്യതയും അവിടെയുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഏറ്റവും വലിയ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അത് ശബരിമലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമലയാണ്. രണ്ടാമത്തേത് ഏറ്റുമാനൂര്, മൂന്നാമത്തേത് വൈക്കം. അതുകൂടാതെ തന്നെ ചെട്ടികുളങ്ങര, ഹരിപ്പാട്, മലയാലപ്പുഴ, ഇതൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. കളിയിക്കാവിള മുതൽ നോർത്ത് പറവൂർ വരെയുള്ള ക്ഷേത്രങ്ങൾ അടങ്ങുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നമുക്കറിയാം ഹിന്ദുമത വിശ്വാസികളൊക്കെ ആണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഈ ഏറ്റുമാനൂർ അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ പോയി ജോലി ചെയ്യണം, അവരുടെ ശിഷ്ടകാലം ചിലവഴിക്കണമെന്ന്. അവർക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അത് കൂടാതെ തന്നെ ഹിന്ദുസിന് മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ കോമ്പറ്റീഷൻ ഒക്കെ അവിടെ കുറവായിരിക്കും എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. അപ്പോൾ ഇത്രയും ജില്ലകളിൽ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള, പഠിച്ചാൽ അതിന് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD പരീക്ഷ എന്ന് പറയുന്നത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കേണ്ടി വരിക ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDCയുടെ സിലബസ് ആണ്. ഈ സിലബസ് പ്രകാരം പാർട്ട് 1 പൊതുവിജ്ഞാനം, ആനുകാലികം ഏതാണ്ട് 40 മാർക്കോളം ചോദിക്കുന്ന ഭാഗമാണ്. ദെൻ പാർട്ട് 2 എന്ന് പറയുന്നത് ലഘുഗണിതം, മാനസിക ശേഷി 10 മാർക്കോളം ചോദിക്കാം. പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കോളം ചോദിക്കാം. പാർട്ട് 4 പ്രാദേശിക ഭാഷ 10 മാർക്കോളം ചോദിക്കാം. പാർട്ട് 5 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം 10 മാർക്കോളം ചോദിക്കാം. പാർട്ട് 6 എന്ന് പറയുന്ന ക്ഷേത്രകാര്യങ്ങൾ, അതായത് സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക്. ഈ ഓരോ ടോപ്പിക്കും വ്യക്തമായി അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഒരു ബാച്ച്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതൊരു ലോങ് ടൈം ബാച്ചാണ്. എന്നാണോ പരീക്ഷ അതുവരെ അസിസ്റ്റൻസ് കിട്ടുന്ന, അതുവരെ ക്ലാസ്സുകൾ കിട്ടുന്ന, അതുവരെ ലൈവ് സെഷൻസ് കിട്ടുന്ന അടിപൊളി ഒരു ബാച്ച് ആയിരിക്കും തിരുവിതാംകൂർ LDC ലോങ് ടൈം ബാച്ച്. 250+ അവേഴ്സിന്റെ സിലബസ് കവറേജ് അടങ്ങുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുകൂടാതെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ലൈവ് സെഷനുകൾ, ദെൻ മെന്റർഷിപ്പ് സെഷനുകൾ, മൈക്രോ നോട്ട്സ്, അതായത് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാനായിട്ട് മൈക്രോ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഫുൾ കവറേജ് ഉണ്ടായിരിക്കും. ചാപ്റ്റർ ടെസ്റ്റുകൾ, PYQ ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ, മോട്ടിവേഷണൽ സെഷനുകൾ, ഗ്രൂപ്പ് ഡിസ്കഷനുകൾ, അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ഈ പറയുന്ന തിരുവിതാംകൂർ LDC ബാച്ച്. ഈ ബാച്ച് വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനിയും വെറും 25 സ്റ്റുഡൻസിനൂടെ മാത്രമേ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ബാച്ച് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക, പഠിച്ചു തുടങ്ങുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഈ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം നമ്മളുണ്ടാകും. ആദ്യം തന്നെ നമ്മൾ ജോലിയിലും കയറും. താങ്ക് യു സോ മച്ച്.